Praise God, we don't have much time. Anyway, I'm going to give a small message. Once you can help me, I can cut short my message. Anyway, I'm not going to preach the message what I prepared for this Sunday morning, and it will be a very small message, and it will be an easy for you, and all the time it is a very good message for many days. John chapter 11 verse 22 and 29. യോഹന്നാൻ 11:28-29 വാക്യം വായിക്കാം. John chapter 11, 28 and 29. ഇതാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഗുരു വന്നിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നു. The teacher is here and he is calling for you. യേശു വന്നിട്ടുണ്ട്, നമ്മെ വിളിക്കുന്നു. Jesus is here and he is calling you. യേശു ആരെയും വെറുതെ വിളിക്കാറില്ല. Jesus would not call anybody for nothing. ഒരു പർപ്പസോട് കൂടി മാത്രമേ വിളിക്കാറുള്ളൂ. And he would call you with a purpose. അവൻ വിളിച്ചാൽ നമ്മോട് സംസാരിക്കും. And if he calls you, he will talk to you. അവൻ നമ്മോട് പലതും കർത്താവ് ആവശ്യപ്പെടും. And he will ask you many things. This is the question what I want to raise before you this morning. Can you hear me? ദൈവം ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ വിളിക്കുന്ന കേൾക്കാൻ പറ്റുമോ? God is asking you, can you hear me? എപ്പോഴും ദൈവശബ്ദം ഇവിടെ മുഴങ്ങുന്നുണ്ട്. The voice of God is here all the time. Not only in the four walls of the sanctuary, as I heard, even we are sitting in the inner chamber, the awesome sound of the Lord is there. കർത്താവിന്റെ മുഴങ്ങുന്ന ശബ്ദം എല്ലായിടത്തും ഉണ്ട്. The voice of God is everywhere wherever we sit. ആരൊക്കെ അത് കേൾക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ നമുക്ക് അറിയേണ്ടത്. We need to know who is able to hear the voice of God. എന്നെ യേശു വിളിക്കുന്നു ഇന്ന് രാവിലെ എത്ര പേർക്ക് ഉറപ്പുണ്ട്? How many of you are sure that Jesus is calling me? നമ്മളൊക്കെ പലപ്പോഴും വിളിക്കുമോ, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ, ഹായ് പറയാൻ വിളിച്ചെന്നേ ഉള്ളൂ. Sometimes people call us for nothing. എന്നാൽ സ്വർഗ്ഗം വിളിക്കുന്നത് എന്തെങ്കിലും പറയാൻ വേണ്ടിയാ. But heaven is calling you with a purpose. കുറവുള്ളത് കൂട്ടിച്ചേർക്കുവാൻ. Or he might give you something to add to your life. ദൈവമില്ലാത്തത് എന്തെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കുറയ്ക്കുവാൻ. If you have something he doesn't want, he wants to take it സ്വർഗ്ഗം away from you. ആഗ്രഹിക്കുന്ന നിലയിലൊക്കെ ഞാനൊന്ന് വളരുവാൻ. So that you grow in the way heaven desires. ഇന്ന് രാവിലെ സ്വർഗ്ഗം നമ്മെ വിളിക്കുന്നു. Heaven is calling you for that. ഇവിടെ പറയുന്നു, the master has come and asking for you. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുക. The teacher is here and is asking for you. മറിയോട് സഹോദരിയായ മാർത്ത പറയുന്നു, യേശു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. And Martha is telling Mary that Jesus is here. ഇന്ന് രാവിലെ നമ്മൾ അത് തിരിച്ചറിയണം, എന്തിനാ സ്വർഗ്ഗം വിളിക്കുന്നതെന്ന്. We have to understand why heaven is calling you for. എക്സ്പ്ലെയിൻ ചെയ്ത് പ്രസംഗിക്കാനും പോയിന്റ് ഒന്നും പറയാൻ എനിക്ക് സമയമില്ല. I don't have time to explain. അതുകൊണ്ട് ഞാൻ അങ്ങ് റഷ് ചെയ്ത് പറയാൻ പോകുക. Hallelujah. ചിലത് പുതിയത് തുടങ്ങാൻ വേണ്ടിയാ സ്വർഗ്ഗം വിളിക്കാൻ പോകുന്നത്. Heaven is calling you to start something new. ആ വാക്യങ്ങളിൽ 28 മുതൽ 47 വരെ വായിക്കുമ്പോൾ Verse 28 to 41. ഓരോ വാക്കുകൾ ഇങ്ങനെ പറയുന്നത്. And each verse you read. എന്തിനാ യേശു നിന്നെ വിളിച്ചത്? Why did Jesus call you? നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയാൻ സ്വർഗ്ഗമുണ്ടെന്ന്. Oh, when you cry, heaven weeps with you. അവൾ കരയുന്നതും അവളോട് കൂടെ കരയുന്ന യഹൂദന്മാരെയും കണ്ടപ്പോൾ യേശുവിന്റെ ഉള്ളം നൊന്തു. And when Jesus saw her crying and the Jews crying with her, he was filled with compassion. നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയുവാൻ സ്വർഗ്ഗത്തിന് മാത്രം താല്പര്യമുള്ളെന്ന്. Oh, heaven has a desire to weep and cry with you. ഇത് കൂടെ സഹതപിക്കുന്ന കരച്ചിലല്ല. This is not an ordinary നിന്റെ crocodile tear. കണ്ണുനീരിന് എത്ര വിലയുണ്ടെന്ന് അറിയിക്കുവാൻ വേണ്ടി നിന്നെ വിളിച്ചു കൂടെ കരയുന്ന കർത്താവ്. Oh, the heaven cries along with you. എന്തിനാവൻ നിന്നെ വിളിക്കുന്നത്? Why is heaven calling you? നിന്റെ പ്രശ്നം എവിടെ ഇരിക്കുന്നെന്ന് ചോദിക്കുവാൻ. To ask you where your problem is. അവനെ വെച്ച സ്ഥലം എവിടാ? Oh, where did you lay him? ഏക സഹോദരൻ മരിച്ചു അടക്കപ്പെട്ട് Oh, the brother has died. അവിടെ കിടക്കുമ്പോൾ സ്വർഗ്ഗം ചോദിക്കുന്നു, And heaven is asking. ഇന്ന് പകൽ നിന്നെ വിളിക്കുന്നത് നിന്റെ പ്രശ്നം എവിടെ ഇരിക്കുന്നെന്ന് അറിയാൻ. Heaven is asking you, where is your problem? രണ്ട് സ്വർഗ്ഗം, മൂന്നെന്തിനാ സ്വർഗ്ഗം വിളിക്കുന്നത്? The third reason the heaven is calling. ലോകം മണ്ണിട്ട് മൂടിയെടുത്ത് നിന്ന് പുതിയൊരു ജീവിതം തുടങ്ങുവാൻ. Even if the world has put you in a tomb, heaven is going to give you a new life. ലോകം കല്ല് വെച്ച് മൂടി മണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം പുതിയ യാത്ര തുടങ്ങുവാനാ സ്വർഗ്ഗം നിന്നെ വിളിക്കുന്നത്. The world has put a stone at the entrance. Heaven wants you to have a new life. അവിടെ കൊണ്ട് പൂ വെക്കാനല്ല, Not to put flowers on the അവിടെ tomb. പോയി കരഞ്ഞിട്ട് മടങ്ങി വരാനല്ല. Not to weep at the tomb. ഇന്ന് പകൽക്കാലം ലോകം അവസാനിപ്പിച്ചതിനൊക്കെ ഒരു പുതിയ തുടക്കം തുടങ്ങുവാൻ. Heaven wants you to have a new beginning. ചില പുതിയ ആരംഭം കുറിക്കുവാൻ. Heaven wants you to have a new beginning. കല്ല് വെച്ചെങ്കിൽ കല്ല് മാറ്റി ഒരു യാത്ര തുടങ്ങുവാൻ. If you put the stone there, heaven wants you to take the stone out. കാല് കെട്ടിയെങ്കിൽ ആരാധനയുടെ മണ്ഡലത്തിൽ പുതിയൊരു യാത്ര തരുവാൻ. The legs are tied. Heaven wants you to unrelease. നിന്റെ കൈകൾ കെട്ടിയെങ്കിൽ ആരാധന വിഷയത്തിൽ പുതിയൊരു യാത്ര തരുവാൻ. If your hands are tied, heaven wants you to open the chains. ഇന്ന് പകൽ സ്വർഗ്ഗം നിന്നെ വിളിക്കും. This is why heaven is calling
you? എന്നെ ഇന്ന് രാവിലെ സ്വർഗം വിളിക്കുന്നെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? How many of you are sure that heaven ഞാൻ is calling പറഞ്ഞല്ലോ, me? വെറുതെ അവൻ വിളിക്കാറില്ല. He is not calling you for nothing. ആത്മാവിൽ ഇന്ന് രാത്രി ആ ശബ്ദം കേട്ടാട്ട്, If you hear that in the spirit, I can hear the audible voice of my master. He is going to do something marvelous in my life. ഇന്ന് പകൽക്കാലം എന്തോ എന്റെ ജീവിതത്തിൽ സ്വർഗം ചെയ്യാൻ പോകുകയാ. heaven is doing something marvelous in my life. അവൻ വിളിച്ചിടത്തൊക്കെ അവൻ അവരെ കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. Wherever he called them, he did something for them. മർക്കോസ് 10:48-49 നാം ഇങ്ങനെ വായിക്കുന്നു, And Mark 10:48 and 49. ഗുരു നിന്നെ വിളിക്കുന്നാണ് ബർത്തിമായിയോട് പുരുഷാരം പറയുന്നത്. And the people are telling Bartimaeus that the master is calling you. എന്തിനാ നിന്നെ വിളിക്കുന്നത്? What is he calling you നീ for? വിളിച്ചത് വെറുതെ ആയില്ലെന്ന് അറിയിക്കുവാൻ. So that he was called you for nothing, for nothing. കുറച്ചു നേരമായി നീ വിളിക്കുകയല്ലയോ? Oh, he has been calling you for some time. യേശുവേ, ദാവീദ് പുത്രോ, എന്നോട് മനസ്സലിയണമേ. He has been crying out to the master for some time. എത്ര നേരം അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും? Oh, many times people call that way. പലപ്പോഴും നമ്മൾ ഇതൊക്കെ ചെയ്യാറുള്ളത്. Oh, many times we do these things. അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക കുറെ നേരമായിട്ട്. Oh, we have been calling for some time. ആ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോ, Oh, you should remember one thing. ഞാൻ ആമേൻ പറയുന്നതിന് മുമ്പ് തിരിച്ചു വിളിക്കുന്നു. Before you say amen, heaven will call you back. ഞാൻ അങ്ങോട്ട് വിളിക്കുന്ന വിളി എന്നോട് തിരിച്ചു വിളിക്കുന്ന ഒരു ദൈവം. Oh, there is a God who will call you back. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എത്ര സന്തോഷമായിരിക്കും. It will be such a joyous experience. to അങ്ങോട്ട് pray that വിളിച്ചാൽ way. അവൻ സ്വർഗം തിരിച്ചു വിളിക്കും. Oh, heaven is going to call you അവനെ back. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. Oh, bring that person. നീ എന്തിനു വേണ്ടി വിളിച്ചോ അത് നിനക്ക് സാധിപ്പിച്ചു He തരുവാൻ. will make it happen whatever you called him for. സക്കായിയോട് ചോദിക്കും, നിന്നെ എന്തിനാ യേശു വിളിച്ചത്? Ask Zacchaeus, why did God call you? തറയെ നടന്നപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. When I was walking on the ground, no problems. ഇപ്പൊ ഓടി മരത്തെ കയറി Now when I got on the tree, അവൻ സെറ്റിൽ ആവാൻ തീരുമാനിച്ചാൽ I decided to settle on the tree. സ്വർഗം അവിടെ ഇരുത്തുകയില്ല. And heaven is not going to let അവൻ you settle. വിളിച്ചവനെ താഴെ ഇറക്കുകയാണ്. And he is going to get you down. എന്തിനാ യേശു നിന്നെ വിളിക്കുന്നത്? Why is Jesus calling you? നീ വേഗം ഇറങ്ങി വാ, You have to come down the tree. എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. I have something to do for you. നിന്റെ വീട് എന്റെ വീടാവാൻ പോകുകയാ. Oh, your house is going to be my house. എന്തിനാ ഇന്ന് രാവിലെ സ്വർഗം വിളിക്കുന്നത്? Why is God calling എന്റെ you? വീട്ടിലെ സാഹചര്യങ്ങൾ മാറ്റുവാൻ. He is going to change the situation in your house. എന്തൊക്കെയാ മാറിയത്? What has changed? സക്കായി ഒരു സാക്ഷ്യം പറഞ്ഞു. Oh, Zacchaeus gave a testimony. നമ്മുടെ വീട്ടിൽ ഇന്ന് രാവിലെ യേശു വന്നു കഴിഞ്ഞാൽ When Jesus comes to my house this morning, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഇന്ന് രാവിലെ ഉണ്ടാകാൻ പോകുന്നത്. some changes are going to happen in my സക്കായി house. പറയുന്നു, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പരാജയങ്ങൾ ഇന്ന് പകൽ അത് പരിഹാരം വരുത്താൻ പോകുകയാ. I'm going to resolve the failures in my life past days. ദൈവ ശബ്ദം കേട്ടെടുത്തൊക്കെ പരിഹാരം വന്നിട്ടുണ്ട്. Wherever people heard the voice of God, resolution has ദൈവ come. മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ അവർ തയ്യാറായി. They became ready to do whatever for the glory of God. മറിയ വേണേ ചോദിക്കും, എന്തിനാ കർത്താവ് എന്നെ ഇപ്പൊ വന്ന് വിളിക്കുന്നത്? And Mary might ask, oh God, why are you calling me now? യഹൂദന്മാര് മുഴുവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. Jews are calling me all the time. പക്ഷെ ഇന്ന് പകൽക്കാലം മറ്റുള്ളവർ വിളിക്കുന്ന പോലല്ല യേശു വിളിക്കുന്നത്. Jesus has a special calling for you. ഇന്ന് പകൽക്കാലം നിന്റെ ദുഃഖം ഇരട്ടിപ്പിക്കുവാനല്ല സ്വർഗം വിളിക്കുന്നത്. He is not calling you to give you more pain. നിന്റെ കഷ്ടതയ്ക്ക് ഒരു പടിയും കൂടെ മാറ്റി കൂട്ടുവാനല്ല വിളിക്കുന്നത്. He is not calling you to increase your ഇന്ന് trouble. പകൽക്കാലം ഇതിനൊരു അവസാനം വരുത്തുവാൻ. He wants to put an end to your troubles. എത്ര പേർക്ക് താല്പര്യമാണ് എനിക്ക് അങ്ങനെ ഒരു ശബ്ദം ഇന്ന് രാവിലെ കേൾക്കണം? I want to hear a voice like that. കർത്താവേ, ഞാൻ ഏതിനായി ചില ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നു. Lord, I have been praying in a lonely manner. അതിന്റെ ഒരു വ്യക്തമായ മറുപടി ഇന്ന് രാവിലെ എനിക്ക് കാണണം. Lord, I want to see a clear answer. നാം ഇന്ന് രാവിലെ ദേവദാസിൽ കൂടെ കേട്ടല്ലോ, മോശയെ ദൈവം വിളിച്ചത്. God called Moses. പലവട്ടം സ്വർഗം അവനെ വിളിച്ചു. And heaven called him. And ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും every time heaven calls ഒരു him, പുതിയ വെളിപ്പാട് സ്വർഗം കൊടുത്തു. he had a new revelation. ഒരു പുതിയ ദർശനം ദൈവം കൊടുത്തു. He had a new vision. ഒരു പുതിയ ശുശ്രൂഷ ദൈവം കൊടുത്തു. He had a new ministry. ഇന്ന് പകൽക്കാലം ദൈവം ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും Every time heaven calls you, അതിന്റെ പിന്നിൽ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത, there is a hidden mystery. എനിക്കും നിങ്ങൾക്കും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത Things that we cannot understand. ഒരു വലിയ പദ്ധതി മറിഞ്ഞിരിപ്പുണ്ട്. There's a big plan hidden behind. ആ ശബ്ദത്തിന് മുമ്പിലെ ഇന്ന് രാവിലെ ഇറങ്ങി പുറപ്പെടേണ്ടത്. We have to follow that voice. 10 പ്രാവശ്യം ദൈവശബ്ദം കേട്ടു. Abraham heard the voice of God. ഓരോ പ്രാവശ്യം ഓരോ മർമ്മം ദൈവം വെളിപ്പെടുത്തി. Every time he realized the mystery, സ്വർഗത്തിന്റെ ഒരു തത്വം വെളിപ്പെടുത്തി കൊടുത്തു. heaven made something appear to him. വേദപുസ്തകത്തിൽ ആരെയൊക്കെ ദൈവം വിളിച്ചിട്ടുണ്ടോ Whoever God called in the Bible, അവരൊക്കെ ഇന്ന് വരെ കേൾക്കാത്തത് കാണാത്ത തിരിച്ചറിഞ്ഞു. they realized and saw many things. നമുക്ക് ഇന്ന് രാവിലെ ആ ശബ്ദത്തിനകത്ത് ഒരുങ്ങാം. Let us prepare for that voice. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കുകയാണ്.
അവസാനിപ്പിക്കാം. I'm going to rush here. അപ്പൊ മറിയെ വിളിച്ചിട്ട് And Mary was called. അവരിപ്പോ ഇങ്ങനെ കല്ലറക്കിലേക്ക് പോവുകയാ. And they are going to the tomb. ഇന്നലെ വരെ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ പോയത്. Till yesterday she walked. പക്ഷെ ഇപ്പോൾ പോകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. There is a change today. അല്പനിമിഷം മുമ്പ് Some moments ago. ഞങ്ങളുടെ വീടിന്റെ വാതിക്കല് Before our house. ഒരു ശബ്ദം കേട്ടു. I heard a voice. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. I am the resurrection and the life. ഞാൻ അതിന്റെ കൂടെ നടക്കുന്നത്. I am walking with the resurrection. ഇന്ന് രാവിലെ നീ നടക്കുന്ന ശബ്ദത്തിന്റെ പേരറിയാമോ? You know the name of the voice. ജീവന്റെ ശബ്ദം. That's the voice of life. പുനരുത്ഥാനത്തിന്റെ ശബ്ദം. The voice of the resurrection. ഇന്ന് രാവിലെ നമുക്ക് അത് മാത്രം മതി. We need that. ദൈവ ശബ്ദത്തിന്റെ കൂടെ നടന്നാൽ When you walk with resurrection, നിന്റെ കല്ലുകൾ ഇന്ന് രാവിലെ ഉരുണ്ടു മാറിയിരിക്കും. bones are going to be rolled today. ദൈവ ശബ്ദത്തിന്റെ കൂടെ നടന്നാൽ When you walk with the voice of നിന്റെ God, കെട്ടുകൾ ഇന്ന് രാവിലെ അഴിഞ്ഞിരിക്കും. the bones are going to be ദൈവ broken. ശബ്ദം കേട്ട് ആരൊക്കെ നടന്നിട്ടുണ്ടോ? Whoever heard that voice, വെള്ളം പാറ പോലെ ഉറയ്ക്കും അവിടെ. oh, it will be steady there. പത്രോസ് യേശുവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. Peter heard the voice of God, ചവിട്ടിയാൽ താഴുന്ന വെള്ളം പാറ പോലെ ഉറയ്ക്കാൻ തുടങ്ങി. and he became strong like God. ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിയാൽ When you start your പലവട്ടം താഴ്ന്നു പോയ മണ്ഡലങ്ങൾ many areas where you have failed, ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും നടക്കത്തക്ക വിഷയമായി മാറും. you will see become a path for you. ഏത് കല്ലറ എന്ന് രാവിലെ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്? You are looking at a tomb maybe this morning. ഏത് കല്ല നീ കണ്ടുകൊണ്ടിരിക്കുന്നത്? You are looking at a stone or a ഇന്ന് rock. രാവിലെ നീ നിൽക്കുന്നത് യേശുവിന്റെ കൂടെയാ. You are standing with Jesus today. അതിനകത്ത് നാറ്റമുണ്ടെന്ന് ലോകം പറയട്ടെ. The world is saying it is stinking. അതിനകത്ത് മരണമുണ്ടെന്ന് പറയട്ടെ. People might say there's mystery. അതിനകത്ത് ബന്ധനമുണ്ടെന്ന് പറയട്ടെ. Say it's tied പക്ഷെ inside. നിന്റെ കൂടെ നിൽക്കുന്നത് പുനരുത്ഥാനവും ജീവനുമാ. But along with you is resurrection and നിന്റെ life. കൂടെ നിൽക്കുന്നത് പുനരുത്ഥാനവും ജീവനുമാ. Along with you is resurrection and ഇന്ന് life. പകൽക്കാലം ഒരു പുനരുത്ഥാനം എനിക്ക് തരുവാൻ. Oh, he is going to give you എന്റെ resurrection. സഹോദരൻ ഒരു പുനരുത്ഥാനം, A resurrection for your brother. എന്റെ കുടുംബത്തിനൊരു പുനരുത്ഥാനം Resurrection for your family. ദൈവം തരുവാൻ ഇന്ന് രാവിലെ ഒരുങ്ങിയിരിക്കുക. God has a plan for that. നമുക്കതൊന്ന് കൈനീട്ടി വാങ്ങാൻ പറ്റുമോ? We are going to receive that today. ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു. Oh, Master is calling you. ഇന്ന് രാവിലെ ഓരോരുത്തരും ദൈവശബ്ദം കേൾക്കണം. You are going to hear that voice എന്റെ of വാക്കുകൾ God. അവസാനിപ്പിക്കാൻ പോകുക. I'm going to finish now. നമുക്ക് ആ ദൈവശബ്ദം ഒന്ന് കേൾക്കണം. We are going to hear that voice. കർത്താവേ, എനിക്ക് ഇന്ന് രാവിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശബ്ദം കേൾക്കാം. Oh, I can hear many different പക്ഷേ voices. അതിന്റെ നടുവിൽ In midst of those voices, വ്യത്യസ്തമായ ഒരു ശബ്ദം, there is a special voice. ഒരു വ്യത്യസ്തമായ ശബ്ദം, A special voice. എന്നോട് കരയണ്ടെന്ന് പറയുന്ന, Oh, voice that's telling you don't weep. നിന്റെ സഹോദരനെ വെച്ച സ്ഥലം എവിടെന്ന് ചോദിക്കുന്ന, Oh, asking where did you lay him? നിന്റെ കെട്ടഴിപ്പിനെന്ന് പറയുന്ന, Open his bonds. കല്ലുരുട്ടി മാറ്റുവിനെന്ന് പറയുന്ന, Take the stone away. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് പറയുന്ന If you believe, you shall see the glory ഒരു of God. ശബ്ദം എനിക്ക് ഇന്ന് രാവിലെ കേൾക്കണം. I can hear that voice. അത് നിന്റെ മുറിക്കകത്ത് നീ കേൾക്കട്ടെ. Let you hear in the Let room. that whispering voice come to your ears this morning. ഇന്ന് രാവിലെ അത് ചെവിക്കകത്ത് മുഴങ്ങട്ടെ. Let it come in your ears. ഇന്ന് രാവിലെ ശബ്ദത്തിനായി ഒന്ന് കാതോർത്താട്ട്. Let us open our ears for that. എല്ലാ കണ്ണുകളും അടയ്ക്കാം. Let us close our നാം eyes. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ചുന്ന പകൽക്കാലം എനിക്ക് ആ ദൈവ ശബ്ദം ഒന്ന് കേൾക്കണം. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളി. ആരും മൗനമായിരിക്കരുത്. കർത്താവേ, നിന്നെ ആ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണം. പ്രൈസ് ഗോഡ്. നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? സ്വർഗത്തോട് സംസാരിച്ചാൽ സ്വർഗം ഇന്ന് രാവിലെ തിരിച്ച് സംസാരിക്കും. സ്വർഗത്തോട് ചോദിച്ചാൽ അവൻ ഇന്ന് രാവിലെ തിരിച്ച് സംസാരിക്കുന്നവനാണ്. ഹല്ലേലൂയ. മോശ പറയുന്നു, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണം. ഒറ്റ മാർഗ്ഗമുള്ളത് നാം കേട്ടല്ലോ. ഐ വാണ്ട് ടു ജസ്റ്റ് പിക്ക് അപ്പ് ദാറ്റ് പോയിന്റ്. ഇതേ ഉള്ള സ്വർഗം പറയുന്നത്. ആ പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ വെക്കാം. പിളർന്ന പാറ. Can you see that cleft, that rock that cleft for us? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പിളർന്ന പാറയൊന്ന് കാണാൻ പറ്റുമോ? അതിനകത്ത് ദൈവശബ്ദമുണ്ട്. അതിനകത്ത് ദൈവശബ്ദമുണ്ട്. ഏലിയാവ് ഗുഹയ്ക്കകത്തിരിക്കുക, പക്ഷെ അതിനകത്ത് അവന് ദൈവശബ്ദം കേൾക്കാൻ പറ്റി. ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്നിടത്ത് നിന്നെ കേൾപ്പിക്കുന്ന ദൈവശബ്ദം. ഹല്ലേലൂയ. ചെവി ഒന്ന് തുറന്നാൽ മാത്രം മതി. കണ്ണൊന്ന് തുറന്നാൽ മാത്രം മതി. ഒന്ന് അടുത്തു വന്നാൽ കേൾക്കത്തക്കവണ്ണം ജീമാന വൈശ്വരാധികന കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് സ്വർഗം പറയുന്നു, ഇന്ന് രാവിലെ ഇതിനാണ് നിന്നെ വിളിച്ചത്. Can you see the big stone? Can you see your brother is tied up? Can you see the kerchief on his face? But I call to see. I'll make you see a difference here. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ വിളിച്ചത് ഇവിടെ ഒരു വ്യത്യാസം കാണിക്കാനാ. അത് കണ്ടിട്ട് ഇന്ന് രാവിലെ മടങ്ങിപ്പോകാവൂ. ഈ ആഴ്ച നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്ന ആഴ്ചയായി മാറണം. ഈ ആഴ്ച ദൈവ തേജസ് കേൾക്കുന്ന ആഴ്ചയായി മാറണം. ഈ ആഴ്ച ദൈവശബ്ദം ആവർത്തിച്ച് കേൾക്കുന്ന ആഴ്ചയായി മാറണം. ഇന്ന് വരെ അനുഭവിക്കാത്ത, ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ കേൾക്കാത്ത ഒരു കൃപ നിങ്ങൾ അനുഭവിക്കണം. Let us stand together. ഒരു പാട്ട് സഹോദരന്മാർ ചേർന്ന് പാടും. നാം വിശ്വാസത്തിന്റെ ഗാനം ചേർന്ന് പാടും.